ഈ അമ്മയുടെ കരച്ചിൽ കാണാൻ പറ്റുന്നില്ല. അത് കണ്ടു തീർക്കാൻ കഴിയുന്നില്ല. ഹൃദയം പൊട്ടിപ്പോകുകയാണ്. അത് കാണുന്നവരെല്ലാം പൊട്ടിക്കരഞ്ഞു പോകുകയാണ്. അവരുടെ പ്രിയപ്പെട്ട മകൻ്റെ വേർപാട് അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഒരു വീഡിയോ ഇട്ട് ഒരു യുവാവിൻ്റെ ജീവിതം നശിപ്പിച്ചിരിക്കുകയാണ്. ആ സ്ത്രീ ചെയ്ത പ്രവൃത്തിയെ ഒരു നിലക്കും ന്യായീകരിക്കുവാനോ സപ്പോർട്ട് ചെയ്യുവാനോ സാധ്യമല്ല. അത്രയും ഗുരുതരമായ ഒരു പ്രവൃത്തിയാണ് അവർ ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാനതിൻ്റെ മറ്റു വശങ്ങളിലേക്ക് പോകാനല്ല ആഗ്രഹിക്കുന്നത്. ഈ ഒരു സംഭവം നമുക്കൊക്കെ ധാരാളം പാഠങ്ങളും മെസ്സേജുകളൊക്കെ നൽകുന്നുണ്ട്. അതെന്താണ്? മറ്റുള്ളവരുടെ ജീവിതവും അഭിമാനവും ഒക്കെ വെച്ച് പന്താടുന്ന പലരുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ. മറ്റുള്ളവരുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്താൻ വേണ്ടി പോസ്റ്റ് ഇടുന്ന ആളുകളുണ്ട്. അവരൊക്കെ ഇതിൽ നിന്ന് വലിയ പാഠം പഠിക്കേണ്ടതുണ്ട്. ഇനിയൊരു അതിക്രമം നേരിട്ടാൽ തന്നെ അതിന് ചോദ്യം ചെയ്യേണ്ടത് ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ യൂട്യൂബോ ഒന്നുമല്ല, മറിച്ച് നിയമങ്ങളാണ് അതിനെ ചോദ്യം ചെയ്യേണ്ടത്. നിയമത്തിൻ്റെ വഴിയിലൂടെയാണ് അതിനെ നേരിടേണ്ടത്. അതല്ലാതെ ഈ ഫേസ്ബുക്കിനോ യൂട്യൂബിനോ ഇൻസ്റ്റഗ്രാമിനോ അന്വേഷണ അധികാരമോ തെളിവ് പരിശോധിക്കാനുള്ള സംവിധാനമോ അതിനുള്ള അധികാരമോ അതിനൊന്നുമില്ല. ഇനി മാത്രമല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ ഇതേപോലെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് ഇടുമ്പോൾ മറ്റുള്ളവൻ്റെ അഭിമാനവും ജീവിതവും കൊണ്ട് നമ്മൾ പന്താടുമ്പോൾ നമുക്ക് ശരിയാണ് എന്ന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മളിത് ചെയ്യുന്നത്. എന്നാൽ നാളെ അത് നിയമത്തിൻ്റെ മുമ്പിൽ വരുമ്പോൾ നമ്മുടെ ചിന്തയും അതല്ലെങ്കിൽ നമ്മുടെ വിചാരവും തെറ്റാണ് എന്ന് തെളിയിക്കപ്പെട്ടാലോ, അയാൾ നിരപരാധിയാണ് എന്ന് തെളിയിക്കപ്പെട്ടാലോ, അവർ ഈ ഉദ്ദേശത്തിലല്ല അത് ചെയ്തത് എന്ന് തെളിയിക്കപ്പെട്ടാലോ, വന്ന നഷ്ടം ആരാണ് നികത്തുക? ഒരാളുടെ അഭിമാനത്തിന് ക്ഷതമേറ്റാൽ അതിന് പരിഹാരം എന്താണ്? നമുക്ക് അയാളുടെ അഭിമാനം തിരിച്ചു കൊടുക്കാൻ കഴിയുമോ? അയാളുടെ ജീവിതം ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയി, ആ ജീവിതം തിരിച്ചു കൊടുക്കാൻ കഴിയുമോ? അപ്പോൾ എന്തുമാത്രം ഗൗരവമായ വിഷയമാണ് ഈ ചെയ്യുന്നത്. സത്യത്തിൽ ഈ സോഷ്യൽ മീഡിയ കൊണ്ടൊക്കെ കളിക്കുന്ന, ഈ വീഡിയോ ഇട്ട് കളിക്കുന്ന ആളുകളൊക്കെ ഗൗരവമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. ആൾക്കൂട്ട വിചാരണ ഒരു പ്രതിരോധമാണോ? അതല്ലെങ്കിൽ അതൊരു ചികിത്സയാണോ? ഒരിക്കലല്ല. ആൾക്കൂട്ടത്തിന് എറിഞ്ഞു കൊടുക്കുന്നത് എന്ത് സംവിധാനമാണ്? ഇനി ഒരാൾ നമ്മൾ ഇവരുടെ വാദം അംഗീകരിച്ചാൽ തന്നെ ഒരാൾക്കൊരു പെരുമാറ്റ വൈകല്യമുണ്ട് എങ്കിൽ അത് ആൾക്കൂട്ട വിചാരണയ്ക്ക് എറിഞ്ഞു കൊടുക്കുകയാണോ വേണ്ടത്? അല്ല. അയാൾക്ക് ആവശ്യമായ ചികിത്സ കൊടുക്കണം, കൗൺസിലിംഗ് കൊടുക്കണം, അതേപോലെ തന്നെ നിയമപരമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം. അതാണ് ചെയ്യേണ്ടത്. അതല്ലാതെ ആൾക്കൂട്ട വിചാരണയ്ക്ക് എറിഞ്ഞു കൊടുത്താൽ അത് ഒരാളുടെ മാനസികമായ അവസ്ഥയെ മാറ്റുമോ? അതല്ലെങ്കിൽ അയാൾക്ക് കുറ്റബോധം ഉണ്ടാകുമോ? ഒരിക്കലും ഉണ്ടാവില്ല. മറിച്ച് ആൾക്കൂട്ട വിചാരണയ്ക്ക് എറിഞ്ഞു കൊടുത്താൽ പലപ്പോഴും സംഭവിക്കുന്നത് എന്താ? ചില ആളുകളൊക്കെ കൂടുതൽ അതിക്രമം ചെയ്യാൻ കാരണമായി തീരുമോ? എൻ്റെ അഭിമാനം ഏതായാലും പോയി, ഇനിയിപ്പോൾ എന്തിനാണ് ഞാൻ ഇത് നിൽക്കുന്നത്? കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് അത് വഴിവെക്കുകയാണ് ചെയ്യുക. വേറെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ നിരപരാധികളായിരിക്കാം. ആൾക്കൂട്ട വിചാരണയ്ക്ക് എറിഞ്ഞു കൊടുത്ത് അവരുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തിയാൽ അവർക്കത് സഹിക്കാൻ കഴിഞ്ഞോളുന്നില്ല. അഭിമാനികളായ മനുഷ്യന്മാർ ജീവിതം കൊടുക്കും. അതാണ് ഇവിടെ സംഭവിച്ചത്, അല്ലേ? അപ്പോൾ ആൾക്കൂട്ട വിചാരണ എന്ന് പറയുന്നത് ഒരു പരിഹാരമല്ല. അതൊന്നും ചിന്തിക്കാതെയാണ് ഈ സ്ത്രീ വീഡിയോ റെക്കോർഡ് ചെയ്ത് ഇങ്ങനെ സമൂഹത്തിൽ എറിഞ്ഞുകൊടുത്ത് ഒരു മനുഷ്യൻ്റെ ജീവിതം നശിപ്പിച്ചത്. അപ്പം അതേതായാലും സംഭവിച്ചു. ഇനി അതതിൻ്റെ നിയമവഴിയിലൂടെ പോകട്ടെ. അതിനർഹമായ നിലയ്ക്ക് കുറ്റക്കാർക്ക് ശിക്ഷ ലഭിക്കട്ടെ. നമ്മൾ ഒരാളെയും സപ്പോർട്ട് ചെയ്യാനില്ല. മറിച്ച് ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ നമ്മളൊക്കെ ശ്രമിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട് എന്ന് പറയാനാണ് ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ മുമ്പിൽ വന്നത്. ഈ സംഭവം ഇപ്പോൾ ഉണ്ടായപ്പോൾ പലരും പറയുന്നു സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇടയിൽ ബാരിക്കേഡുകൾ ഉണ്ടാക്കണം, രണ്ട് സെപ്പറേറ്റ് ആക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആളുകൾ ചില അഭിപ്രായങ്ങളും അതേപോലെ ചില വീഡിയോകളൊക്കെ പോസ്റ്റ് ഇടുന്നത് കണ്ടു. നിങ്ങൾ ഈ പറയുന്നത് ഗൗരവത്തോടു കൂടെയാണോ അതോ കളിയാക്കാനാണോ തമാശക്കാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇതൊക്കെ പ്രായോഗികമായ നിലക്ക് നടപ്പിലാക്കേണ്ട കാര്യങ്ങളാണെന്ന് പറയുമ്പോൾ അത്തരം നിയമങ്ങളെ 6-ാം നൂറ്റാണ്ടിലെ നിയമമാണെന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത്തരക്കാർക്കൊക്കെ ഒന്ന് ചിന്തിക്കാനുള്ള ഒരു സാഹചര്യവും കൂടിയാണ് ഇത് ഈ ഒരു സാഹചര്യം എന്ന് ഞാൻ പറയുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സ്ത്രീ പുരുഷ സൃഷ്ടിപ്പ് എന്ന് പറയുന്നത് പരസ്പരം ആകർഷണം തോന്നുന്ന സൃഷ്ടിപ്പാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിപ്പ് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ ഈ നിലക്കുള്ള ആകർഷണം തോന്നുന്നത് കൊണ്ട് തന്നെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്പർശിച്ചാലും നോക്കിയാലും ഒക്കെ ഒരു സുഖം ലഭിക്കും എന്നത് അവരുടെ പ്രകൃതിപരമായൊരവസ്ഥയാണ്. അപ്പോൾ ഇതൊക്കെ ദുരുപയോഗം ചെയ്യുന്ന പുരുഷന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈ സംഭവത്തെക്കുറിച്ചല്ലോ പറയുന്നത്, പൊതുവെ ദുരുപയോഗം ചെയ്യുന്നവരുണ്ട്. ഇത്തരം നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്ന സ്ത്രീകളും നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ സംഭവിക്കാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സ്ത്രീ പുരുഷ ഇടകലരൽ പരമാവധി ഒഴിവാക്കുകയാണ് വേണ്ടത്. അത് ഒഴിവാക്കണം എന്ന് പറയുമ്പോൾ അത് 6-ാം നൂറ്റാണ്ടിലെ നിയമമാണെന്ന് പറഞ്ഞ് പരിഹസിക്കും.
അതിന് സാധ്യതയുള്ള ഘട്ടങ്ങളിലൊക്കെ പരമാവധി നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിലെ ചില ആളുകൾ ഇതൊക്കെ ഓപ്പണാക്കി കൊടുത്തു, ഒരു നിയന്ത്രണവുമില്ലാതെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിയന്ത്രണമില്ലാതെ എല്ലാ അതിരുകളും ഭേദിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും സുരക്ഷിതത്വം നഷ്ടപ്പെടുന്നുണ്ട്, പല പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട്, സമാധാനം നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു അവസരവും കൂടിയാണ് ഇത് എന്ന് ഞാൻ പറയാണ്. അപ്പോൾ ഏതാണെങ്കിലും ഈ ഒരു സമീപനം, ഈ ആൾക്കൂട്ട വിചാരണക്കെറിഞ്ഞു കൊടുത്തൊരു യുവാവിൻ്റെ ജീവിതം നശിപ്പിച്ചത് ഒട്ടും ശരിയായില്ല. ഇത്തരം സമീപനങ്ങളിലേക്ക് പോകുന്ന ആളുകൾ 100 വട്ടം ചിന്തിക്കാൻ ഇത്തരം സംഭവങ്ങൾ അവർക്ക് ഒരു അവസരമാകണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്.